മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്. എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളും കേട്ടോ. അധികം ഇങ്ങോട്ടേക്ക് ഡയലോഗ് ഇളക്കണ്ട, ഞാൻ എൻ്റെ കാര്യം നോക്കാം. മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്. ഇതാണ് പുതിയ ട്രെൻഡ്. ഞാനൊരു പെണ്ണിനെ കണ്ടിന്, ഓളെ തന്നെ കല്യാണം കഴിക്കുള്ളൂ. 2 കാൽ എനിക്കുണ്ട്, അധ്വാനിക്കും, ഞാൻ കെട്ടും. ഉപ്പാനെ കണ്ടിട്ടൊന്നല്ല ഞാൻ ജീവിക്കുന്നത്. ഓ എൻ്റെ മോനെ, ഏതാ മാസ് ഡയലോഗ് കണ്ടോകള്. അങ്ങനെയൊന്നും പറയരുത് മോനെ. ഉപ്പാക്കും ഉമ്മാക്കും വേദനിക്കുന്ന എന്തെങ്കിലും പറഞ്ഞാൽ അതാണ് അടുത്ത പറയാൻ പോണത്. നമ്മുടെ മരണം മോശമായി പോകും. ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിച്ചാൽ നമ്മുടെ മരണം കേടുവരും. ഇമാമിങ്ങൾ എത്ര വരെ കിതാബിൽ എഴുതി വെച്ചു എന്നറിയോ? ഒരാൾ സ്വന്തം മാതാപിതാക്കളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ സൗഹൃദ വലയത്തിൽ ഒരാൾ പോലും ഉപ്പാനും ഉമ്മാനും വിഷമിപ്പിക്കുന്നവർ ഉണ്ടാവരുത് എന്ന് ഇമാമിങ്ങൾ കിതാബിൽ എഴുതുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ, ലളിതമായി പറഞ്ഞാൽ, എനിക്ക് ആത്മാർത്ഥമായിട്ട് എൻ്റെ ഉപ്പാനും ഉമ്മാനും ഇഷ്ടമുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ, എൻ്റെ സുഹൃത്തുക്കളിൽ ഒരാൾ പോലും ഉപ്പാനും ഉമ്മാനും വേദനിപ്പിക്കുന്ന ആളുണ്ടാവരുത്. അങ്ങനെയുള്ള ഒരാളുമായും നീ സൗഹൃദം പങ്കിടരുത്. ഭാര്യയ്ക്ക് ഉമ്മാനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൂട്ടുകാരൻ നിനക്കുണ്ടെങ്കിൽ, നീ നിന്റെ ഉമ്മാനെ പൊന്നുപോലെ നോക്കാറുണ്ടെങ്കിൽ തന്നെയും നിന്റെ വിഷയം പൂർത്തിയായിട്ടില്ല, നിനക്ക് A+ എത്താൻ പറ്റിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നിന്റെ സുഹൃത്തുക്കളിൽ പോലും ഉമ്മാനെ ഉപ്പാനെ പറ്റിക്കുന്നവർ, ഉമ്മാനെ ഉപ്പാനെ വിഷമിപ്പിക്കുന്നവർ ഉണ്ടാവരുത്. മാതാപിതാക്കളെ ഏതെങ്കിലും നിലക്ക് ബുദ്ധിമുട്ടിച്ചാൽ ബാക്കിയുള്ള തെറ്റുകുറ്റങ്ങൾ പോലെ അല്ല ആ തെറ്റ്. ബാക്കി ഏത് തെറ്റുണ്ടെങ്കിലും ആഖിറത്തിലായിരിക്കും അതിന് മാപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ ശിക്ഷ ഉണ്ടാവുക. ഈ തെറ്റിൻ്റെ ശിക്ഷ, അഥവാ ഉപ്പാനുമാനും പ്രയാസപ്പെടുത്തിയതിൻ്റെ ശിക്ഷ ദുനിയാവ് തന്നെ കിട്ടും. അതങ്ങനെയാ, അതിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. ദുനിയാവ് തന്നെ കിട്ടും. ഉപ്പാനുമാനും പറ്റിക്കരുത്. പരമാവധി അവരെ സന്തോഷിപ്പിക്കണം. അവർ നമ്മളെടുത്തുനിന്ന് പ്രതീക്ഷിക്കാത്ത സന്തോഷങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. സമ്മാനങ്ങൾ കൊടുത്തിട്ട്, ഉമ്മാക്ക് പെട്ടെന്നൊരു ഉംറക്ക് ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ട്, എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കണം. സാധാരണ ഒരു മനുഷ്യനെ സന്തോഷിപ്പിച്ച, നമ്മളെ മതത്തിൽപ്പെട്ട ആളല്ല, അയാളെ സന്തോഷിപ്പിച്ചാൽ തന്നെ ഇസ്ലാമിൽ വലിയ പ്രതിഫലം ഉണ്ടല്ലോ. അതെല്ലാം എടുക്കട്ടെ, ഒരു നായക്ക് വെള്ളം കൊടുത്തിട്ട് ഭക്ഷണം കൊടുത്തിട്ട് സന്തോഷിപ്പിച്ചതിൻ്റെ പേരിൽ സ്വർഗം കിട്ടിയ കഥ പഠിച്ചവരല്ലേ നമ്മൾ. മദ്രസ ക്ലാസ്സിൽ നിന്ന് നമ്മൾ പഠിച്ചതെന്താണ്? നായക്ക് ദാഹിച്ചിട്ട് വലയുന്ന ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ ദോഷങ്ങൾ പുറത്ത് സ്വർഗം കിട്ടിയ ഒരു സ്ത്രീയുടെ കഥ പഠിച്ചിട്ടല്ലേ നമ്മുടെ കുഞ്ഞിളം കാലത്ത് മദ്രസകളിൽ നിന്ന് നമ്മൾ പഠിച്ച് വളർന്നു വന്നത്. അപ്പോൾ ഒരു മനുഷ്യന് വെള്ളം കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? ഒരു മുഅ്മിന് ഫുഡ് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അപ്പം പിന്നെ ഉമ്മാക്ക് ഭക്ഷണം കൊടുത്താൽ, ഉമ്മാക്ക് സ്വതക്ക ചെയ്താൽ, ഉമ്മാക്ക് ഖൈറാത്ത് ചെയ്താലുള്ള കൂലി എത്രയായിരിക്കും? അതുകൊണ്ടല്ലേ സാധാരണ ഒരാൾക്ക് നമ്മൾ സ്വതക്ക കൊടുത്താൽ 10 ഇരട്ടി കൂലിയാ. വാങ്ങുന്ന ആൾ രോഗിയാണെങ്കിൽ 70 ഇരട്ടി കൂലി കിട്ടും. കുടുംബക്കാരനാണെങ്കിൽ 900 ഇരട്ടി പ്രതിഫലം കിട്ടും. അതേസമയത്ത് ഉമ്മാക്കാണ് നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ × 1,00,000 ഇരട്ടി പ്രതിഫലമാണ് അവിടെ ഉണ്ടാവുക എന്ന് ഇമാമിങ്ങൾ കിതാബിൽ എഴുതി വെക്കുന്നുണ്ട്. ഒപ്പിയമ്മയും പോയ കാലത്ത് അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല. ഒപ്പിയമ്മയും ഉള്ള കാലത്ത് അതൊക്കെ ചെയ്തു വെക്കണം. ഉപ്പാനെ ഉമ്മാനെ ഏതെങ്കിലും നിലക്ക് നമ്മൾ പ്രയാസപ്പെടുത്തിയാൽ ആഖിബത്ത് മോശമാവും. മരിക്കണ സമയത്ത് ദിക്ർ ചൊല്ലാൻ കിട്ടൂല. അൽഖമർ റളിയല്ലാഹു അൻഹുവിന് ഇബാദത്ത് കുറവായിട്ടൊന്നുമല്ല, ഭാര്യക്ക് പ്രാധാന്യം കൊടുത്തുപോയി. ഉമ്മനേക്കാൾ കുടുങ്ങിയില്ലേ മരണസമയത്ത് അല്ലേ? ജുറൈജ് റളിയല്ലാഹു അൻഹു ഭയങ്കര ഇബാദത്തുള്ള ആളായിരുന്നു. സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഉമ്മ വിളിച്ചപ്പോൾ നിസ്കരിക്കല്ലേ എന്ന് ചിന്തിച്ചു പോയി. ഉമ്മാക്ക് മനസ്സിന് വിഷമായി. പൊട്ടി ഉമ്മ അള്ളഹാനോട്, എന്തെന്നാ ഇയാൾ ഇങ്ങനെ ഇബാദത്ത് ചെയ്തിട്ട് എനിക്ക് വിളിച്ചാൽ കിട്ടണില്ലല്ലോ എന്നുള്ള അർത്ഥത്തിൽ. എത്രയാ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നത്. വലിയല്ലേ, അള്ളാഹിൻ്റെ ഔലിയാക്കളിൽ പെട്ട ആളല്ലേ ജുറൈജ് റളിയല്ലാഹു അൻഹു. ബുഖാരിൻ്റെ ഹദീസല്ലേ ഞാനീ പറയണത്. പക്ഷേ സുന്നത്ത് നിസ്കാരത്തിൽ വരെ ഉമ്മ വിളിച്ചിട്ട് ഉമ്മാക്ക് ഉത്തരം കൊടുത്തില്ലെങ്കിൽ ഉമ്മാക്ക് പ്രയാസാവുമെങ്കിൽ അവിടെ കട്ടാക്കിയിട്ട് പോകണം എന്നല്ലേ നിയമം. എന്നിട്ടല്ലേ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. പെൺകുട്ടികളെയൊക്കെ ഉമ്മ ഫുഡ് കഴിക്കാൻ വിളിച്ചാൽ ഇവൻ ഗെയിമിലാണെങ്കിൽ വരാം നമുക്ക് വേണ്ട. ഇതാണ് പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത്.
എന്താ മോനെ നിനക്കൊക്കെ പറ്റിപ്പോയത്? ആരോടാണ് നിനക്ക് കമ്മിറ്റ്മെന്റ്? ആരോടാണ് കമ്മിറ്റ്മെന്റ്? ജന്മം നൽകിയ ഉപ്പാനോടും ഉമ്മാനോടും നമുക്ക് ഉത്തരവാദിത്ത ബോധമില്ലെങ്കിൽ നമ്മളെന്തിനാ ഈ ദുനിയാവിൽ ജീവിക്കണത്? എന്തിനാ ജീവിക്കണത്? ഒരു സ്വഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതി പറഞ്ഞില്ലേ, എൻ്റെ ഉപ്പ എൻ്റെ സ്വത്തൊക്കെ അടിച്ച് പോക്കറ്റിൽ നിന്ന് എടുക്കുന്നുണ്ട്. ആന്താ നിങ്ങൾ അങ്ങനെ എടുക്കണത്? അപ്പോൾ ആ സ്വഹാബിയുടെ ഉപ്പാൻ്റെ ഉത്തരം, നബിയെ എന്തേ, ഞാൻ എൻ്റെ മോനെ ചെറുപ്പത്തിൽ വളർത്തുമ്പോൾ എത്ര കഷ്ടപ്പെട്ടിട്ട് വളർത്തിയതാണ്. അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ. രോഗമുള്ള കാലത്ത് അവന് വേണ്ടി ഞാൻ ഉറക്കൊഴിഞ്ഞിട്ടുണ്ട്. അവന് എത്ര 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 ഹിദ്മത്താണ് ഞാൻ ചെയ്തു കൊടുത്തത്. അന്നൊക്കെ ഞാൻ ചിന്തിച്ചത് അവൻ വലുതായാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ തിരിച്ചു കിട്ടും എന്നാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ചില്ലറ എടുക്കുമ്പോഴേക്കും പരാതിയായിട്ട് തങ്ങളുടെ അടുത്തേക്കല്ലേ വന്നത്. തങ്ങൾ കരഞ്ഞുപോയി, കണ്ണ് നിറഞ്ഞിട്ട് തങ്ങൾ പറയാം, അന്തവ മാലുക ലി അബീക്, നിന്റെ സ്വത്ത് മാത്രമല്ല നിന്റെ ഉപ്പാൻ്റെത്, നീ എന്നെ ഉപ്പാൻ്റെതാണ്. നീ തന്നെ നിന്റെ ഉപ്പാൻ്റെ ഉള്ളതാണ്. എന്നിട്ടല്ലേ സ്വത്ത്? നിന്റെ സ്വത്ത് എടുക്കാന്നല്ല, നിന്നെ തന്നെ എടുക്കാം. ഓ കണ്ടോ, ഉപ്പാക്കും ഉമ്മാക്കും നമ്മൾക്ക് ആവശ്യമുള്ള സ്വത്ത് അവർക്ക് കൊടുക്കാൻ അള്ളാഹ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കൊടുക്കണില്ലെങ്കിൽ അവരെടുത്താലും കുഴപ്പമില്ല എന്നാണ് ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ മഹാന്മാർ എഴുതി വെക്കുന്നത്. നല്ല പഠനത്തിന് സുയൂത്തി ഇമാമിൻ്റെ താരിഉൽ ഖുലഫയിൽ ഉള്ള സംഭവം കൂടി ചേർത്ത് വായിച്ചാൽ മതി. ഈ വിഷയത്തിൽ ഒരു ഗ്രന്ഥം തന്നെ ഉണ്ട്. ഇമാം തഖിയുദ്ദീൻ സുബ്കി എന്ന ഉപ്പക്കും താജുദ്ദീൻ സുബ്കി എന്ന മകനും റളിയല്ലാഹു അൻഹുമാ. നമ്മൾ ചെയ്യുന്ന ഒരു സുന്നത്ത് ഒഴിവാക്കാൻ വേണ്ടി ഉമ്മ പറഞ്ഞു. വാശിക്കോ വെറുപ്പിനോ ഇസ്ലാമിക വിരുദ്ധത ഉള്ളതോ ഉണ്ടോന്നുമല്ല. ഉദാഹരണം പറഞ്ഞാൽ ഉമ്മ പറഞ്ഞു, മോനിന്ന് വീട്ടിൽ നിന്ന് നിസ്കരിച്ചൂടെ? രാത്രി കറണ്ട് പോകുന്നതുകൊണ്ട് മഴ കാറ്റ് ഇടിയൊക്കെ വരുന്നതുകൊണ്ട് ഉമ്മാക്കൊരു ചെറിയ ബേജാറും പേടിയും, നമുക്ക് ജമാഅത്തായിട്ട് നിസ്കരിച്ചാലോ? ഉമ്മ ഇന്ന് റമദാൻ 21 രാവല്ലേ, ആ ഡയലോഗൊന്നും ഇളക്കാൻ നിൽക്കണ്ട, വീട്ടിൽ നിന്ന് നീ ഉമ്മാൻ്റെ പേര് നിസ്കരിച്ചാൽ മതി. ഇസ്ലാം എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്ന നോക്കിയേ, എത്രത്തോളം പ്രാധാന്യം. ഇതിൽ ചില ചെക്കന്മാരെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ പ്രശ്നമല്ല, ഒരു ഉണ്ടാവും, മുടിയിലും കോലത്തിലൊക്കെ ഒരു കോമാളിത്തരങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ഉപ്പ ഉമ്മ എന്ന് പറഞ്ഞാൽ ചില മക്കൾ ജീവനാണ്. ചില കുട്ടികളെ കാണാം, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സുഹൃത്തുക്കളോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തുമ്മ, ഞാൻ ഇടുണ്ട്, ടൗണിലുണ്ട്, ടൗണിൽ തന്നെ ഉണ്ട്, എന്തോ ഉമ്മാക്ക് സൗണ്ടിനൊരു ഞാൻ ഇപ്പം വരാമോ, ഞാൻ പോവാണ്. അല്ല നീ ടൂർ പ്ലാൻ ചെയ്തത്? ഞാൻ ഇല്ല. AC ടിക്കറ്റ് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ്സിന് എൻ്റെ ഉമ്മ എന്നെ വിളിക്കണം പോകും. അങ്ങനത്തെ ചില മക്കളുണ്ട്. അവർ കുറേ കിതാബ് ഓതിയിട്ട് കിട്ടിയാന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ അവർക്ക് എവിടുന്നോ ഈ ഗുണം കിട്ടിയിട്ടുണ്ട്. അവർ രക്ഷപ്പെടും കേട്ടോ. ഉപ്പാൻ്റെ ഉമ്മാൻ്റെ പൊരുത്തൊരുത്തം വാങ്ങിയ ഓൻ രക്ഷപ്പെടും എന്നുള്ള കാര്യം ഷുവർ. ഓൻ ഈമാനോടെ മരിക്കുമെന്ന് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഓൻ ഈമാൻ. കാരണം റിളർ റബ്ബി ഫീ റിളൽ വാലിദി, ഉപ്പാൻ്റെ ഉമ്മാൻ്റെ പൊരുത്തം കിട്ടിയ ഓനിക്ക് അള്ളാൻ്റെ പൊരുത്തം ഉറപ്പാണ്. അതുറപ്പ്. ഉപ്പിയും ഒരു മക്കളെ വിഷയത്തിൽ ദ്വാരന്ന ഓൻ രക്ഷപ്പെടും. ഫ്രോഡായിട്ട് നടന്ന ഒരു പയ്യൻ നാട്ടിൽ അയാളെ കൊണ്ട് എല്ലാവർക്കും പ്രയാസമായിരുന്നു. ആരൊക്കെയോ കൂടിയിട്ട് അവനെ സൗദിയിൽ അൽക്കോവാറിലോ റിയാദക്കോ വിട്ടു. കുറേ കാലം കഴിഞ്ഞിട്ട് ഉപ്പാക്കും ഉംറൻ്റെ വിസയൊക്കെ അയച്ചു കൊടുത്ത് ടിക്കറ്റ് എടുത്തു കൊടുത്ത് ഉമ്മാനും ഉപ്പാനും അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഉംറയെല്ലാം ചെയ്യിപ്പിച്ച് ഉപ്പാനെ തോണ്ടിയിട്ട് ഇങ്ങനെ പറയാണ്, എല്ലാം പൊരുത്തപ്പെട്ട് കൊടുക്ക്, ഈ മോനുള്ളതുകൊണ്ടല്ലേ നമുക്ക് ഈ കഅബയെല്ലാം കാണാൻ പറ്റിയത്. ഉമ്മയും പൊരുത്തപ്പെട്ട് കൊടുത്തത് മാത്രമല്ല, കഅബത്തിൻ്റെ അടുത്തുനിന്ന് ഉമ്മ കെട്ടിപ്പിടിച്ചിട്ട് നെറ്റിക്കൊരു മുത്തം കൊടുത്തിട്ട് ഈ മോനോട് പറയാ, നിന്നെ ഞാൻ പ്രസവിച്ചതിന് മുതലായി മോനെ. ഓ ഇനിയൊന്നും എനിക്ക് വേണ്ട, ഇനി കാര്യമായിട്ടൊന്നും വേണ്ട, എനിക്ക് തന്നെ മതി. ആ സർട്ടിഫിക്കറ്റ് മാത്രം കാണിച്ചു കൊടുത്താൽ മതി. ഇതാണ്. വിട്ടോ ഗോൾഡൻ വിസയിലായിട്ട് ഓൻ പോയിക്കോ. ഉപ്പാൻ്റെ ഉമ്മാൻ്റെ പൊരുത്തം നമ്മൾ വാങ്ങേണ്ടത്. വേറെ നമുക്ക് കാര്യമായിട്ടൊന്നുമില്ലെങ്കിലും മാതാപിതാക്കളുടെ പൊരുത്തം നമ്മൾ നേരത്തെ തന്നെ കൺഫേം ചെയ്ത് വെക്കണം. അത് വെക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എത്ര വലിയ മുദരിസല്ല, ഖാദിയല്ല, സംഘടനാ നേതാവല്ല, പ്രാസ്ഥാനിക ലീഡറല്ല, ആരായിട്ടും കാര്യമില്ല.
നബിയെ ഞാൻ തങ്ങളുമായി ഹിജറക്ക് വരാൻ ബൈഅത്ത് ചെയ്യാൻ വന്നിട്ടാണുള്ളത്. എന്നിട്ട് വരവിന്റെ കടുപ്പം പറയാൻ വേണ്ടി ആ സ്വഹാബി പറയാ, വഹുമാ യബ്കിയാനി, ഞാൻ എൻ്റെ വേർപാട് ഓർത്തിട്ട് എൻ്റെ ഉപ്പിയും കരയാണ് നബിയെ. അതിനെയൊക്കെ ഞാൻ മാറ്റിവെച്ചിട്ടാണ് ഞാൻ ദീനിന് വേണ്ടി പോരാട്ടത്തിന് വേണ്ടി വന്നത്. അതിന് തങ്ങൾ എന്താ പറഞ്ഞത്? അൽഹിഖുഹുമാ കമാ അബ്കൈതഹുമാ, നീയല്ലേ ഉപ്പാനുമാനെയും കരയിപ്പിച്ചത്, പോയി ചിരിപ്പിച്ചിട്ട് വാ, എന്നിട്ട് മതി സെക്ടറിന്റെ മീറ്റിംഗ്. പോ കണ്ടങ്ങൾ, എന്നിട്ട് മതി ബാക്കി. അൽഹിഖുഹുമാ കമാ അബ്കൈതഹുമാ, ചിരിപ്പിച്ചിട്ട് വരും. നീയല്ലേ കരയിപ്പിച്ചത്, ചിരിപ്പിച്ചിട്ട് വരും. അത് വളരെ പ്രധാനമാണ്, വളരെ പ്രധാനം. ഒരു മഹാൻ ഉപ്പാന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ഓവുചാലെത്തി. ഓവുചാല് മറികടക്കാൻ പാലങ്ങളൊന്നുമില്ല. മഹാൻ ചിന്തിച്ചു, ഞാൻ ചെറുപ്പക്കാരനായതുകൊണ്ട് ഒന്ന് ജമ്പ് ചെയ്തിട്ട് അപ്പുറത്തെ കര പിടിക്കാം. പ്രായമുള്ള ഉപ്പ എന്താ ഇപ്പൊ ചെയ്യാ? സുബ്ഹാനല്ലാഹ്. ഈ മഹാൻ വേറൊന്നും ചിന്തിച്ചിട്ടില്ല, കമഴ്ന്ന് കടന്നു. എന്നിട്ട് പറഞ്ഞു ഉപ്പാനോട്, എൻ്റെ തല വരെ ഉപ്പാക്ക് നടന്നു വരാം, എൻ്റെ കാല് മുതൽ ചവിട്ടിയിട്ട് തല വരെ നടന്നു വരാം, ഞാനൊരു പാലമാകുന്നു. ഉപ്പ ഇവിടെ നടന്നെത്തി കര എത്തിയിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി നടക്കും. എന്നിട്ട് ഉപ്പാൻ അവിടത്തേക്ക് എത്തിച്ചു. ചെളി കുടിക്കേണ്ടി വന്നാലും ചെളി പുരളേണ്ടി വന്നാലും എൻ്റെ ഉപ്പാക്ക് വേദനിക്കരുത് എന്നുള്ളിടത്തോളം. യൂട്യൂബിലൊക്കെ പ്രഭാഷണങ്ങളൊക്കെ ഇപ്പം വർദ്ധിച്ചതുകൊണ്ട് ഉമ്മാനോടുള്ള പ്രാധാന്യമൊക്കെ പുതിയ ഇൻസ്റ്റാഗ്രാം പിള്ളേർക്ക് കുറച്ചുണ്ടാവുന്നുണ്ട്. അപ്പോഴും ഉപ്പ കഷ്ടപ്പാടില്ല, ഉപ്പാനോട് മിണ്ടൂലല്ലോ. ഇപ്പോഴത്തെ ആൺപിള്ളേരെ എത്ര ആൾ ഉപ്പാനോട് മിണ്ടും? ആരും ഉണ്ടോ? പുതിയാപ്പിളാറുമുണ്ടോ? ഇല്ല. സ്വന്തം മക്കളും ഉണ്ടോ? ഇല്ല. എന്താ നമ്മൾ പുതിയാപ്പിളാർ നമ്മളെ നാട്ടിലെ അമ്മോശന്മാരോടും ഉണ്ടോ? ഇല്ല. മക്കളും ഉണ്ടോ? ഇല്ല. പുതിയാപ്പിളാർ എന്താ ഉണ്ടല്? എന്താ ചോദിച്ചാ? ഇത് ഏതാ ഭാഷ എന്ന് ഇതുവരെ ഐക്യരാഷ്ട്രസഭയ്ക്ക് വരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. മിണ്ടൂല, എന്ത് മിണ്ടൂല. ആകെ പുതിയാപ്പിളയും അമ്മോശനും നാട്ടിൽ നിന്ന് രണ്ടുകൂട്ടം ഉണ്ടല്. ഒന്ന് മോള് ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ കയറിയാൽ പുതിയാപ്പിള പുറത്തുനിന്ന് പഴയ കാലത്ത് നഫീസത്ത് മാല എല്ലുന്ന പോലെ ഇപ്പോൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ കോഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആയിരിക്കും അമ്മോശം വന്നിട്ടുണ്ടാവുക. അമ്മോശം മിണ്ടും, ഈശയിൽ വെറുതെ കൈയിട്ടിട്ട് പൈസയുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ. ഈ ചോദ്യത്തിന് എന്താ ഉത്തരം പറയല്? പൈസയുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ. ചോദ്യമായി ഉത്തരവായി. ഇറ്റ് ഈസ് ലോഡഡ് ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ അതിന് ലോഡഡ് ക്വസ്റ്റ്യൻ എന്നാ പറയല്. ഉത്തരം പറഞ്ഞാൽ കുടുങ്ങുന്ന ചോദ്യം. ഉദാഹരണത്തിന്, നീ ഉമ്മാനെ തല്ലല് നിർത്തിയോടാ? നിർത്തി എന്ന് പറഞ്ഞാൽ ഇത്ര കാലം അടിക്കലുണ്ട് എന്ന് അർത്ഥം. നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അടി ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന അർത്ഥം. അതിനാണ് ലോഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറയാം. എന്ന പോലെയാണ്. മറ്റൊരു സമയത്ത് അമ്മോശനും പുതിയാപ്പിളയും മിണ്ടിയിട്ടുണ്ടാവുക ആ ബന്ധം അക്കദിന്റെ സമയത്താണ്. നേരെ നോക്കടാ, അതിന് ശേഷം ഈ രണ്ട് മഹലൂക്ക് പിന്നെ മിണ്ടൂല. ആ മിണ്ടലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് മര്യാദക്കൊന്ന് പുതിയാപ്പിള അമ്മോശൻ്റെ എല്ലാം കയ്യെല്ലാം പിടിച്ച് സലാം പറഞ്ഞാൽ ഗസ തിരിച്ച് ഇസ്രായേലിനെ ആക്രമിക്കുകയും ചെയ്യില്ല. വെറുതെ പേടിക്കൊന്നും വേണ്ട, ഒന്നും സംഭവിക്കില്ല, ഒന്നും ആവില്ല. ഒന്ന് മര്യാദക്ക് സലാം പറഞ്ഞൂടെ? ഉപ്പാനോടും ഉമ്മാനോടും നമ്മൾ നല്ല വൃത്തിയിൽ പെരുമാറണം. യഹ്യൽ ബർമാക്കി എന്ന് പറയുന്ന മഹാനും അവരുടെ മകൻ ഫളിൽ എന്നവരും ജയിലിലടക്കപ്പെട്ടു. ഉപ്പ ചുടുവെള്ളത്തിലാണ് ഒതുകൊടുക്കലും രാവിലെ എഴുന്നേറ്റിട്ട് പെരുമാറലും. ജയിലിൽ നിന്ന് എന്ത് ചുടുവെള്ളം കിട്ടാനാ? ഫളിൽ എന്ന മോൻ അന്ന് രാത്രി മുഴുവൻ ഉറക്കോയിനിട്ട് ഇങ്ങനെ ആലോചിക്കണം, എന്താ പറയുക, ഉപ്പാക്ക് ഇന്ന് എവിടുന്ന ചുടുവെള്ളം ഒപ്പിച്ചു കൊടുക്കുക. അപ്പോഴാണ് അവിടെ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്ക് കണ്ടത്. വെള്ളത്തിൻ്റെ പാത്രം അങ്ങനെ പിടിച്ചിട്ട് ആ വിളക്കിൻ്റെ അടുത്ത് പിടിച്ചിട്ട് ഇതിൻ്റെ ചൂട് മാറ്റിയിട്ട് ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ തണുപ്പകറ്റിയിട്ട് ചെറിയൊരു ചൂട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അവിടെ പിടിച്ചു നിന്നു. എന്നിട്ട് രാവിലെ ഉപ്പാക്ക് തഹജ്ജുദിനും സുബഹിക്കൊക്കെ ഉള്ള വുളൂഇനും മറ്റുള്ള വെള്ളം ഒരുക്കി വെച്ചു കൊടുത്തു. ഇതാ ജയിൽ വാർഡൻ കണ്ടു, ശ്രദ്ധിച്ചു. ജയിൽ വാർഡന് ചൂടായി. നിങ്ങൾ ഈ ജയിലിൽ നിന്ന് ഭയങ്കര സുഖത്തോട് ജീവിക്കാനെന്ന് പറഞ്ഞിട്ട് ഇനി ഇത് ഉപയോഗിക്കരുത് എന്ന് ശക്തമായ താക്കീത് കൊടുത്തു. ഈ വിളക്ക് ഇവിടുന്ന് മാറ്റല എന്നൊക്കെ പറഞ്ഞു. പിറ്റേന്ന് ഈ മഹാൻ ചിന്തിക്കാണ്, ഉപ്പ പാവം ഉറങ്ങാണ്,
ഞാനിപ്പോൾ എന്താ ചെയ്യുക റബ്ബേ? വെള്ളം ചൂടാക്കാൻ ഒരു വകുപ്പുമില്ലല്ലോ. എന്ത് ചെയ്യും? ഈ ജയിലിൽ നിന്ന് പോലും ആ മോന് ഉപ്പാനോട് കാണിക്കുന്ന സ്നേഹം നോക്കണം. കിതാബുകളിലുണ്ട്. വെള്ളത്തിൻ്റെ പാത്രം തൻ്റെ വയറിനോട് ചേർത്ത് പിടിച്ചിട്ട് ഉറങ്ങാതെ ഇങ്ങനെ ടൈറ്റാക്കി പിടിച്ചു. മനുഷ്യൻ്റെ ശരീരം ജീവനുള്ള കാലത്തോളം ചൂടായിരിക്കും അല്ലേ? ഈ ചൂട് ഉണ്ടാവുമല്ലോ, ആ ചൂട് ഈ വെള്ളത്തിൽ തട്ടിയിട്ട് വെള്ളം ചൂടാവൊന്നും ചെയ്യില്ല, തീയൊന്നും അല്ലല്ലോ ശരീരം. പക്ഷെ വെള്ളത്തിൻ്റെ തണുപ്പൊന്ന് എൻ്റെ ഈ ചേർത്ത് പിടിക്കലിൽ പോകട്ടെ എന്ന് ചിന്തിച്ചിട്ട് ഈ ശരീരത്തിൻ്റെ ചൂട് വെള്ളത്തിന് തട്ടിയിട്ട് വെള്ളത്തിൻ്റെ തണുപ്പൊന്ന് കുറച്ചിട്ട് കൊടുക്കുകയാണ് ഈ മോനെ. എൻ്റെ ഉപ്പ എന്നുള്ളതാണ് പ്രമേയം. എൻ്റെ ഉപ്പ എന്നുള്ളത്, എൻ്റെ ഉപ്പയല്ലേ എന്നുള്ള ബോധം ഉണ്ടാകണം നമുക്ക്. ഉപ്പയല്ലേ, എൻ്റെ ഉപ്പയല്ലേ. കിതാബുകളിലുണ്ട് ഉപ്പാനോടും ഉമ്മാനോടും കാണിക്കേണ്ട അദബുകൾ പറയുന്നിടത്ത് പറയുന്നുണ്ട്, ഉപ്പാക്കും ഉമ്മാക്കും ചെയ്തു കൊടുത്ത ഒരനുഗ്രഹവും ഉപ്പാനോടും ഉമ്മാനോടും എടുത്തു പറയാൻ പാടില്ല. ഉമ്മാക്കല്ലേ കഴിഞ്ഞാഴ്ച ഞാൻ 10,000 രൂപ തന്നത്, ഉമ്മ എന്തി ചോദിക്കുന്നത്, ഞാൻ എന്ത് ഈ പൈസ എടുത്ത് പറിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടോ? അങ്ങനെയൊന്നും ചോദിക്കരുത് മോനെ, അങ്ങനെയൊന്നും ചോദിക്കരുത്, അങ്ങനെ പറയാൻ പാടില്ല. ഭാര്യനോട് ഉമ്മാക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളൊക്കെ പറയുന്ന ആൺകുട്ടികളുണ്ട്. അതെല്ലാം ഒരു രസക്കുറവുള്ള പരിപാടിയാണ്. ഭാര്യനോട് പറയും ഞാൻ ഉമ്മാക്ക് അങ്ങനെ ചെയ്തിന്, ഉമ്മാക്ക് ഇങ്ങനെ ചെയ്തിന്. ഉമ്മാക്ക് ചെയ്തു കൊടുക്കുന്ന എല്ലാ കാര്യവും ഭാര്യനോട് പറയണമെന്നൊന്നുമില്ല. ഭാര്യക്ക് കൊടുക്കുന്ന മുഴുവൻ ന്യായമത്തും ഉമ്മയും അറിഞ്ഞോളണമെന്നില്ല. അതുകൊണ്ട് തന്നെയല്ലേ പ്രവാസികൾ ഭാര്യക്ക് മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് ചില സാധനങ്ങൾ കൊണ്ടുവന്നാൽ ഉമ്മ അത് കണ്ടാൽ ചോദിക്കുമെന്നത് കൊണ്ടാണ് അവിടെ എന്ത് എഴുതി വെക്കുന്നത്, ഇബ്രാഹിം കൂറ്റേരി എന്ന് എഴുതി വെക്കും ആ പെട്ടീൻ്റെ പുറത്ത്. കൂറ്റേരിയിൽ ഇബ്രാഹിം എന്നൊറ്റൊരു കുട്ടി ഇന്നേ വരെ ജനിച്ചിട്ടുണ്ടാവില്ല. എന്നാലും അതൊരു ഉഡായിപ്പിൻ്റെ ഭാഗമായിട്ട് ഉമ്മമാരും തിരിച്ചറിയണം. ഞാൻ നിങ്ങളോട് ഉമ്മമാരോടൊരു വസിയത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആൺമക്കൾ അവരെ ഭാര്യമാരെ നന്നായി സ്നേഹിക്കാൻ നിങ്ങൾക്ക് അജണ്ട ഉണ്ടാവണം. നിങ്ങളാണ് മോനോട് പറയേണ്ടത്, എന്ത് നാട്, നീ എന്ത് നാട്, ഒരാണല്ലേ, എന്തുമ്മ ആണെന്നെ, അതെന്താ നീ എൻ്റെ ഫാത്തിമാനിൽ കൂട്ടിയിട്ട് ഏടെങ്കിലും ഒരു യാത്ര, അവൾക്കുണ്ടാവില്ല ഒരാഗ്രഹം, നീ ഇങ്ങനെ ഒരു പെൺകൂസനായിട്ട് ആ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷെ ഈ ചില ഉമ്മമാർ നേരെ തിരിച്ചു എവിടെ പോകുന്നു, സത്യം പറയും, മടവൂര് പോയിട്ട് ഏടെങ്കിൽ ബീച്ചിലാറ്റ പോയില്ലെങ്കിൽ എന്ത് നാട് ഇത്. ചില ആൺകുട്ടികളെല്ലാം ഓരോ ഭാര്യനെ കൂട്ടിയിട്ട് ഏടെങ്കിലും ബീച്ചിലോ മാളിലോ പോകുന്നത് ഉമ്മമാരറിഞ്ഞാൽ അവർക്ക് തന്നെ എന്തോ 2ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത പോലെ ആറ്റാം. ഈ ഉമ്മമാർ എങ്ങനെയെങ്കിലും പിടിക്കുകയും ചെയ്യൂ. കാരണം മോൻ്റെ ഷൂവിലുള്ള പൂഴി കണ്ടിട്ട് ആ മമ്പുറത്ത് പൂഴിയില്ലല്ലോ, ഇതെവിടെയോ ബീച്ചിൽ പോയതാന്ന് പറയും. അതിന് പോയാലെന്ന് ഇപ്പോൾ എന്താ പ്രശ്നം? ഹലാലായ ആസ്വാദനങ്ങളൊക്കെ കുട്ടികൾ ആസ്വദിക്കട്ടെ, ഹറാമിൽ പെടാതിരിക്കണമെങ്കിൽ അവർ ഹലാലാൽ ആസ്വദിക്കട്ടെ. നമ്മൾ ആൺകുട്ടികൾ അവരെ ഭാര്യനെയും കൂട്ടിയിട്ട് നന്നായിട്ട് യാത്ര ചെയ്തോട്ടെ. ഇവിടെ കല്യാണം കഴിച്ച് എവിടെ താമസിക്കല്? ചെക്കൻ്റെ വീട്ടില പെണ്ണിൻ്റെ വീട്ടില? ഇവരൊന്നും മിണ്ടുന്നില്ല, കല്യാണം കഴിക്കില്ല, ഇവർ മിണ്ടുന്നില്ല. ആരെ വീട്ടിൽ? ചെക്കൻ്റെ വീട്ടിൽ. ആ എന്നാൽ പിന്നെ ഈ മസാല നല്ലോണം ഇംപ്ലിമെൻ്റ് ചെയ്യണം. നമ്മളെ നാട്ടിൽ ആ ഭാഗത്തൊക്കെ പെണ്ണിൻ്റെ വീട്ടിലാണ് താമസിക്കുക, എന്നാൽ ആ ജ്യൂസൊക്കെ റൂമിലേക്ക് എത്തുള്ളൂ. നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? ഞാൻ തമാശ പറഞ്ഞോ. ഇവിടുന്ന് ആകുമ്പോൾ ഇങ്ങനെ സ്വന്തം ഉമ്മാരെ മുമ്പ് നോളെ കൂട്ടിയിട്ട് ഇറങ്ങണമല്ലോ. അപ്പോഴൊക്കെ ഉമ്മമാരെന്നെ പറഞ്ഞു കൊടുക്കണം, കുറച്ചൊക്കെ ആസ്വദിക്കും മോനെ, വേറെ ഹറാമിലൊന്നും പെടാതിരിക്കാൻ അവരെ ആസ്വദിക്കട്ടെ എന്ന്. എൻ്റെ വിഷയം അതൊന്നും അല്ല കേട്ടോ, എൻ്റെ വിഷയം അതല്ല. ഞാൻ എൻ്റെ വിഷയത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കടക്കുകയാണ്, എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. അടുത്തത് ഈമാനില്ലാതെ മരിച്ചു പോകുന്ന അടുത്ത ഒന്നാണ് മോശമായ വിശ്വാസം, അൽ അഖീദത്തുൽ ഫാസിദ, മോശം വിശ്വാസം. മോശം വിശ്വാസമുണ്ടെങ്കിൽ ഈമാനില്ലാതെ മരിച്ചു പോകും, അഥവാ ബിദ്അത്തുകാർ. ഒരാൾ ബിദ്അത്തുകാരനായി എന്ന് പറയുന്നത് അയാൾ ഈമാനില്ലാതെ മരിക്കുമെന്നുള്ളതിൻ്റെ നേരത്തെയുള്ള അടയാളമാണെന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാ അവിടുത്തെ സവാജിറിൽ എഴുതി വെക്കുന്നുണ്ട്. മക്കൾ ബിദ്അത്തുകാരാവാതിരിക്കണമെങ്കിൽ മക്കൾക്ക് നന്നായി മതവിജ്ഞാനം നൽകണം. അല്ലിമു ഔലാദക്കും അസുന്നത്ത വൽ ജമാഅ, മക്കൾക്ക് ആദർശം പഠിപ്പിക്കണം, സുന്നത്തെ മാത്ത് പഠിപ്പിക്കണം.
അതാണ് ഖൂ അൻഫുസക്കും വഅഹ്ലീക്കും നാറ എന്ന ആയത്തിൻ്റെ ഒരു താല്പര്യം തന്നെ. ഇമാം ഖുശൈരി തങ്ങളുടെ തഫ്സീർ നോക്കിയാൽ ഈ വ്യാഖ്യാനം കാണാവുന്നതാണ്. മക്കളെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥം തന്നെ മക്കളെ സുന്നിയാക്കി വളർത്തണം എന്നാണ്. അതിന് ചെറിയ പ്രായത്തിലെ കുട്ടികൾക്ക് സ്വാലിഹീങ്ങളുടെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കണം. സ്വാലിഹീങ്ങളുടെ ചരിത്രം ഈ കിതാബിൽ അത് പറയുന്നുണ്ട്. ഗസാലി ഇമാം ഇഹ്യയിലും അത് വിശദീകരിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? ഈ കിതാബിൽ കാണാം, ഉറങ്ങാൻ നേരത്തൊക്കെ ചെറിയ കുട്ടികളെ ചേർത്ത് പിടിച്ചിട്ട് ഉമ്മമാര് മോനിക്കൊരു ഇഫായ് ഷേഖിനെ അറിയോ? ഇഫായ് ഷേഖ് എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? പാവങ്ങളെല്ലാം സ്നേഹിച്ച് പാവങ്ങളുടെ വീട്ടിൽ പോയി അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്ത് പാവങ്ങളുടെ വീട്ടിലേക്ക് വിറകുകൾ ശേഖരിച്ച് ആ വീടുകളിലേക്ക് എത്തിച്ചു കൊടുത്ത് രോഗിയായ മനുഷ്യന്മാരുടെ വീടുകളിലെത്തിയിട്ട് അവർക്ക് എഴുന്നേൽക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് അവരുടെ വസ്ത്രമൊക്കെ അലക്കി കൊടുത്ത് അങ്ങനെ റിഫായി ഷേഖ് അങ്ങനെ ഹിദ്മത്തെടുത്തോണ്ട് എത്ര ആള് നന്നായിട്ടുണ്ട്, എത്ര ആള് ഹിദായത്തിൻ്റെ വെളിച്ചത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളെ ജീവിതം കൊണ്ട് കുറേ ആളെ നന്നാവണം. ഇങ്ങനെ നമ്മൾ ചെറുപ്പത്തിൽ തന്നെയുള്ള പ്രായത്തിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ നല്ല അസറുണ്ടാവും, നല്ല ഫലം ഉണ്ടാവും കുട്ടികൾക്ക്. ഞാൻ അതിനൊരു അനുഭവം പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം നിർത്താം. ചെറിയൊരു അനുഭവം പറഞ്ഞ് നിർത്താം. എൻ്റെ നാട്ടിൻ്റെ അടുത്ത് ഉള്ള ഒരാൾ, അദ്ദേഹം കല്യാണം കഴിച്ചത് കുറച്ചപ്പുറത്താണ്. അയാളെ ഭാര്യ വീട്ടിൽ നിന്ന് ഒരു ടാബ് വീണ് പൊട്ടി. ടാബ് എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സിലാവും. ടാബ് ഫോണിൻ്റെ ജ്യേഷ്ഠനും കമ്പ്യൂട്ടറിൻ്റെ അഞ്ചം പുതിയ ആപ്പിളയുമായ ടാബില്ലേ, അത് ടാബ് വീണ് പൊട്ടി. അപ്പോൾ അവൻ്റെ വൈഫിൻ്റെ ഉമ്മ, വൈഫിൻ്റെ അനുജൻ ഇവരെ രണ്ടാളെയും കോടതി വിസ്തരിക്കുന്ന മുതൽ വിചാരണ ചെയ്തു. സത്യം പറഞ്ഞോണം, ഇതാര വീണ് തള്ളിയിട്ട് പൊട്ടിച്ചേക്കണത്, നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ തരാത്തോണ്ടുള്ള വാശി തീർത്തല്ല. ആരാണ് ഇത് പൊട്ടിച്ചത്? സത്യം പറയും. ഇവർ രണ്ടാളും പറഞ്ഞു ഞാനല്ല പൊട്ടിച്ചത്. എനിക്കറിയുന്ന ഒരാളുടെ ഭാര്യ വീട്ടിൽ നടന്ന സംഭവം അയാൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തതാണ്. ഈ രണ്ടാളും പറഞ്ഞു ഞാനല്ല. അപ്പോൾ ഇവൻ്റെ ഭാര്യൻ്റെ ഉമ്മ കുറച്ച് ചൂടായിട്ട് പറഞ്ഞു, പിന്നെ ആരെ ഇത് പൊട്ടിക്കേണ്ടത്? ഞാൻ തട്ടിൻ്റെ മേലെ വെച്ചതാ, നിങ്ങൾക്കല്ലാതെ കയ്യെത്തൂല. പിന്നെ ഈ മോന ഉള്ളത്, അഥവാ എൻ്റെ ആ സുഹൃത്തിൻ്റെ മോന്. ഈ ചോട്ട ഏതായാലും പൊട്ടിക്കൂല ഉറപ്പായിട്ടും. ഈ ചോട്ട മോനാണ്, ചെറുതാണ്, മോന ഏതായാലും കയ്യെത്തൂല. പിന്നെ നിങ്ങളല്ലാതെ പിന്നെ ആരോ തനിയെ ടാബ് വീണ് പൊട്ടിയോ? പറയടോ, സത്യം പറയടോ. ഉമ്മ ഒന്നും ചെയ്യൂല, സത്യം പറയും. നമ്മളല്ല, ഉറപ്പാണോ? ഒറ്റ മിനിറ്റ്. മോൻ ഇത് പൊട്ടിച്ചിട്ടില്ലല്ലോ, മോനിക്ക് എന്തായാലും ഒത്തൂല, മോൻ പൊട്ടിക്കൂലെന്നറിയാം. മോൻ പൊട്ടിച്ചിട്ടില്ലല്ലോ. നീ പൊട്ടിക്കൂല? ഞാൻ പൊട്ടിച്ചില്ല. നീ പൊട്ടിച്ചിരുന്നോ? എങ്ങനെ പൊട്ടിച്ചില്ല? അത് ബാറ്റ് ഉണ്ടാന്ന് നോക്കാൻ വേണ്ടിയിട്ട് സ്റ്റൂള് വെച്ചിട്ട് തട്ടിൻ്റെ മേലെ കൈ വെച്ചേരം ടാബ് വീണ് പൊട്ടി, ഞാൻ എല്ലാം ഓടി. അത് ശരി, അമ്പട. എന്നിട്ട് പാവങ്ങളെ കുറ്റപ്പെടുത്തുന്നു. അതെന്താ നീ അങ്ങനെ സത്യം പറയാനുള്ള കാരണം? അതെന്താ സത്യം പറയാനുള്ള കാരണം? ഉമ്മാമല്ലേ മിന്നാന്ന് പറഞ്ഞേ എന്ത്? ജീലാനി തങ്ങളൊന്നും ആരോടും കളവറിയില്ല. യെസ്, മുഹിയുദ്ദീൻ മലക്ക് ജീവൻ എപ്പോഴും ഉണ്ട്, കളവ് പറയല്ല എന്നുമ്മ ചൊന്നാരെ കള്ളൻ്റെ കയ്യിൽ പൊന്നു കൊടുത്തു. കഥ പറയുന്നവർക്ക് കഥയുണ്ടാവും, ഉണ്ടാകും. എനിക്ക് തോന്നി ഇത് ഉമ്മമാരെ ഏറ്റെടുത്താലാണ് കൂടുതൽ വിജയിക്കുക. ഉപ്പമാർക്ക് അത്ര കണ്ടത് സാധിക്കൂല. ഉപ്പാനോട് ജോലിയെല്ലാം കഴിഞ്ഞ് തളർന്നു വരുന്ന ഉപ്പാനോട് കുട്ടികൾ വന്നിട്ട് ഒരു കഥ അങ്ങനെയൊക്കെ ചെയ്താണ് പറഞ്ഞാൽ അവൻ്റെ കഥ അന്ന് തന്നെ തീരാൻ സാധ്യത ഉണ്ട്. സാധ്യതയില്ല, അത് വേണ്ടെന്ന് എൻ്റെ ഒരു അഭിപ്രായം. ഉമ്മമാരായി കഴിഞ്ഞാൽ നല്ല ഭാര്യമാർക്ക് സ്വാലിഹീങ്ങളുടെ കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കഥകൾ ധാരാളം ഉണ്ട്. ഫാറൂഖ് നഈം ഉസ്താദ് ഇവിടെ വന്ന് പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. തൊയ്ബ സെൻ്റർ ഉണ്ട് ഉസ്താദിൻ്റെ അണ്ടറിലുള്ള, അവരൊക്കെ പുറത്തിറക്കുന്ന നല്ല പുസ്തകങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഭാഷയിൽ ധാരാളം പുസ്തകങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് വാങ്ങിക്കോ. എന്നിട്ട് ഉമ്മമാരൊക്കെ വായിച്ചിട്ട് ഒരു കഥ പറഞ്ഞിട്ട്, അപ്പോൾ കഥ പറഞ്ഞു കൊടുക്കുമ്പോഴും കേൾക്കാൻ പറ്റുന്ന ആംബിയൻസിൽ പറഞ്ഞു കൊടുക്കണം. അല്ലാണ്ട് കഥ പറഞ്ഞോ വേണോ എന്താ വേഗം കഥ വേണ്ടെന്ന് പറയും.
അങ്ങനെയൊന്നുമല്ല. കഥ അവർ കേൾക്കണമെന്ന് നമുക്ക് അജണ്ട ഉണ്ടാവണം. അതിന് പറ്റിയ രീതിയിൽ ഒരു ആംബിയൻസ് സൃഷ്ടിക്കണം. ഒരു കഥ പറഞ്ഞിട്ട് വലുത് വേണോ ചെറുത് വേണോ? വലുത്. കേൾക്കാത്ത കഥ വേണോ കേട്ട കഥ വേണോ? കേൾക്കാത്തത്. ഫുള്ള് ഇന്ന് തന്നെ പറയണോ പകുതി? അങ്ങനെ ആകുമ്പോൾ മെല്ലെ പറഞ്ഞു കൊടുത്ത് തുടങ്ങും. മോനെ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു അങ്ങനെ തുടങ്ങും. അത് ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ ലി അനാരിസ ഫീഹി ഹുബ്ബ സ്വാലിഹീന, സ്വാലിഹീങ്ങളോടുള്ള മഹബത്ത് അവർക്ക് വർദ്ധിക്കുമെന്ന് ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ.